ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ പോത്തിൻ്റെ കാല് കിട്ടി കേട്ടോ. ഞങ്ങൾക്ക് പോത്തിൻ്റെ 2 കാലാണിത്. അത് നല്ലപോലെ ചെറുതായിട്ട് കൊത്തി ചെറുതായിട്ട് ഇതാ പീസാക്കി എടുത്ത് കണ്ടോ, ഇതേപോലെ പീസാക്കി എടുത്ത് ഞങ്ങൾ വേവിച്ചതാണിത്. നല്ലപോലെ വേവിച്ചിട്ടുണ്ട്. രാവിലെ ഒരു 11 മണിയായപ്പോൾ അടുപ്പ ഇട്ടിട്ട് ഇപ്പോഴാണ് അടുപ്പിൽ നിന്ന് വാങ്ങിയത്. അപ്പം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പോത്തിൻ്റെ കാലാണ്, കർക്കിടകത്തിലൊക്കെ തിന്നാൻ പറ്റിയ നല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള മജ്ജയെല്ലാം കഴിച്ചാൽ നല്ല വിറ്റാമിനാന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് കപ്പ ഇട്ടിട്ട് വേവിക്കാൻ പോവുകയാണ്. കാലും കപ്പയും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇടാനായിട്ട് ഇതാ കപ്പ, വാട്ടുകപ്പയാണ്. വാട്ടുകപ്പ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കപ്പ. അതിനകത്ത് പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി അരച്ച് കപ്പ വേവിച്ച് വെച്ചതാണ് ഇത് കേട്ടോ. ഇത് നമുക്ക് കാലിലോട്ടിട്ട് വേവിക്കണം. ഇനി കാലിൽ മസാല ചേർക്കാനുണ്ട്. നമുക്കിതിൽ എല്ലാ മസാലകളും ചേർക്കാനുണ്ട്. മസാലയെല്ലാം ഒന്ന് വറുത്തിട്ട് വരാം. ഇനി നമുക്ക് കാലിൽ ചേർക്കാനുള്ളത് ഉള്ളി, തക്കാളി, ഇതെല്ലാം നമുക്ക് മസാലയെല്ലാം നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഉള്ളിയെല്ലാം വാട്ടാനുള്ളതാണ്. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ. നമ്മുടെ ഉലുവ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കപ്പയും കാലും മസാലയാക്കാനുള്ള ഉലുവ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മഴക്കാലത്ത് കർക്കിടക മാസത്തിലൊക്കെ തിന്നാൻ പറ്റിയൊരു ഐറ്റമാണ് നമ്മുടെ കാലും കപ്പയും. പോത്തിൻ്റെ കാല് നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി, വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 4 സവാള എടുത്ത് ഇതാ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 സവാളയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നാല് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാടാനായിട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. 3 തക്കാളിയും കൂടെ നമുക്ക് വാടിയ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് തക്കാളിയും കൂടി വാട്ടിയെടുക്കാം. മസാലപ്പൊടിയൊക്കെ ഞാൻ ആദ്യം തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മസാലപ്പൊടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് വേണ്ട, എന്താ മസാലപ്പൊടികളെല്ലാം ചൂടാക്കി വെച്ചതായത്. ഇത് എല്ലാം കൂടി ഇതിലായിട്ട് ചേർത്ത് നമുക്ക് കാണാം കേട്ടോ. ഇതാ അങ്ങനെ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട് കേട്ടോ. മസാലയെല്ലാം ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ല വേണം എല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം നല്ല സൂപ്പറായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് മസാലപ്പൊടിയാണ്. ഇത് ഇറച്ചി മസാല, ബീഫ് മസാലയാണ്. ബീഫ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടി ഞാനൊന്ന് ചൂടാക്കിയതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി സെറ്റാക്കാം. ഇതാ നമ്മുടെ കാലി ഞാൻ 2ാമത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കാൻ ഭയങ്കര പാടാ. ഒക്കെ നല്ല കൈക്ക് ബലമുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. എൻ്റെ കൈക്ക് ഇതിനൊന്നും ബലമില്ല. എൻ്റെ കൈയെല്ലാം പോയിരിക്കുക മക്കളെ. ഇതുണ്ടോ എൻ്റെ കൈ കണ്ടോ ഞങ്ങള്? എന്താ ഉണ്ടോ നീര് വന്നിട്ട് ഉണ്ടോ എൻ്റെ കൈ? സന്ധിവാതമാണ് ഉണ്ടോ. ഇതുകൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല ഒന്നും. കൊക്കറക്കൊക്കോ കൈ. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം നമുക്ക്. ഞാൻ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. കാല് നല്ല അവിടെ പറിച്ചു പോയെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം നമ്മൾ ഇളക്കി സെറ്റാക്കിയിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ
മസാലയൊക്കെ നമ്മൾ സെറ്റാക്കിയേ. ഇനി നമുക്ക് ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല ഇട്ട് കൊടുത്തിട്ടുള്ള ഇളക്കാണ് പണി. ചൂടാണ് മക്കളെ, അടുപ്പിലല്ലേ ഉണ്ടാക്കുന്നത്. അടുപ്പ് ഭയങ്കര ചൂട്. കുറേ നാളായി അടുപ്പിൽ അടുത്തു നിന്നിട്ട് ഇങ്ങനെ പണിയെടുത്തില്ല. എല്ലാം ഗ്യാസല്ലേ, അപ്പം ഭയങ്കര ചൂടാണ്. ചൂട് ഇത് തിന്നാനൊരു പൂതി. പോത്തിൻ്റെ കാലും കപ്പയും വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഒരു പൂതി. കുറച്ച് നാളായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നത് കിട്ടി. അപ്പോൾ അത് റെഡിയാക്കുമോ ഞങ്ങൾ കേട്ടോ. ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം കപ്പ ഇടാനായിട്ട്. മക്കളെ, ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നറിയോ? ഇതാ കുരുമുളക്. നമ്മുടെ നാടൻ കുരുമുളക്, നമ്മുടെ വീട്ടിലുണ്ടായ കുരുമുളക് ഉണക്കിയതാണ് കേട്ടോ. ഇത് നമ്മൾ ഇടികല്ലിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഇതാ നല്ലോണം പൊടിഞ്ഞിട്ടില്ല കണ്ടോ. ഇതേപോലെ ഇതാണ് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള. നമുക്ക് ചേർക്കാം കേട്ടോ. നമുക്കൊരു 2 സ്പൂൺ ചേർക്കാം. 2 സ്പൂൺ ചേർക്കാം. അതും ചേർത്തിട്ടുണ്ട്. ഇതാ മക്കളെ നമ്മുടെ കപ്പ. ഇതാണ് നമ്മുടെ കപ്പ വേവിച്ച് വെച്ചത് കണ്ടോ. വാട്ടുകപ്പയാണ് കേട്ടോ. വാട്ടുകപ്പ നല്ലപോലെ വേവിച്ച് ഉടച്ചെടുത്തതാണ്. ഇനി നമുക്കിത് ഈ കാലിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം പറയുമ്പോൾ തന്നെ നമ്മുടെ വായിലിങ്ങനെ നല്ല എന്താ പറയുക, നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാലിലേക്ക് ഉണ്ടോ, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ആരെ ഇളക്കും? എൻ്റെ ഈ കുച്ചിക്കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല. ഇളക്കാൻ ആരെങ്കിലും കൂട്ടേണ്ടി വരും ഇപ്പോൾ. ഇതാരെ ഇളക്കും മോളെ? ഹർഷിത, ഇതാരെ ഇളക്കും? എൻ്റെ മക്കളെ ഇളക്കിയിട്ട് ഇളകുന്നില്ല മക്കള്. ലൈസ എന്നാ പിടിച്ചോ. ഒരു കാല് തിന്നണ്ട പൂതി വന്നതാണ് എൻ്റെ മക്കളെ. എൻ്റെ കൈയുടെ ഊപ്പാട് ഇളകി. എൻ്റെ ഗായ്സ്, കാലും കപ്പയും തിന്നണ്ട പൂതി മാറി കേട്ടാ ഇളക്കിയിട്ട്. എന്താ പൊന്നെ, ഇതാ നമ്മുടെ കാലും കപ്പയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുക കൊണ്ട് കാണുന്നില്ല അല്ലേ. ഇനി ഇറക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അടുപ്പെന്ന് ഒന്ന് ഇറക്കി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് സൂപ്പറായിട്ട് വീഡിയോ എടുക്കണം. ഇതാ നമ്മുടെ കപ്പ, കാലും കപ്പയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാ സൂപ്പർ. എന്താ പറയുക, ഇതാ എടുത്തിട്ട് കിട്ടുന്നില്ലതാ. വേറെ തവി എടുക്കട്ടെ. കിട്ടുന്നില്ല, അതുകൊണ്ട് കിട്ടുന്നില്ല. നമുക്ക് വേറൊരു തവി എടുക്കാം. എന്താ ഹൈസ്, എന്താ പറയുക, അടിപൊളി സൂപ്പർ. ഇതാ നല്ല പീസൊക്കെ ആയിട്ടാണ്ടാ. നമുക്ക് വയനാട് എവിടെ പോയി കഴിഞ്ഞാൽ മൊബൈൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. വയനാട് ഏതോ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പോത്തുംകാല് അവർ ഫ്രൈ ആയിട്ടോ വരട്ടിയതാക്കി ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് വേണ്ട, നമ്മൾ കപ്പ കിട്ടുമെന്നുള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതാ വേണ്ട, നല്ല മജ്ജയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സൂപ്പർ. നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ടേ. കപ്പ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, കാലും കപ്പയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാം നമുക്ക് കേട്ടോ. ഇതിലെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇളക്കാൻ പോലും പറ്റാണ്ട് ഇളക്കി ഉണ്ടാക്കിയ പിന്നെ എല്ലും കപ്പയാണ് കേട്ടോ. കാലും കപ്പയാണ് കേട്ടോ. എല്ലാവരും ഇതിനേലും ഒന്ന് പ്ലീസ് ലൈക്ക് അടിക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പാവപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്ന പാവപ്പെട്ടതാണ് ഞാൻ കേട്ടോ. പാവമാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. അടുത്ത നല്ലൊരു സൂപ്പർ അടിപൊളി വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ, ടാറ്റാ, അസ്സലാമു അലൈക്കും.